morning, dear students. We are discussing about analysis and interpretation of financial statements. So in the previous class, we discussed about the procedure, similarly the need for the analysis and interpretation. How you can analyze and interpret a financial statement, what are the important uses, how it is beneficial to the various stakeholders. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യുന്നത്. ഈ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല സ്റ്റെപ്പുകളുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. റീഓർഗനൈസേഷൻ ഓർ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് മീനിങ് ഫുള്ളായ രീതിയിലേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഇൻഫർമേഷൻസിനെ നമുക്ക് ഒരു മീനിങ് ഫുൾ രീതിയിലേക്ക് റീഅറേഞ്ച് ചെയ്യണം. അപ്പം നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പുതിയ ഫോർമാറ്റ് ഉണ്ട്, ബാലൻസ് ഷീറ്റും പുതിയ ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ആ ഫോർമാറ്റിലേക്ക് നമ്മൾ അതിനെ മാറ്റണം. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇപ്പോൾ ഇവിടെ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അറിയാം നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സെയിൽസ്, അതിൽ നിന്ന് എല്ലാ എക്സ്പെൻസുകളും കുറച്ചിട്ട് മറ്റ് ഇൻകം ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടണം? നെറ്റ് പ്രോഫിറ്റ് കിട്ടണം. സോ ദ പർപ്പസ് ഈസ് ടു കാൽക്കുലേറ്റ് നെറ്റ് പ്രോഫിറ്റ്. വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് സെയിൽസ്. സെയിൽസ് മുതൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള എല്ലാ ഐറ്റംസിനെയും ഒരു മീനിങ് ഫുള്ളായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അവസാനം നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഈ ഫോർമാറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് ഈ ഐറ്റം എഴുതുമ്പോൾ നമ്മൾ ഈ ഓരോ ഐറ്റവും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ട്രേഡിംഗ് അക്കൗണ്ടിലോ എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ മനസ്സിലുണ്ടായാൽ മതി. അപ്പോൾ നമുക്കറിയാം സെയിൽസ് മൈനസ് റിട്ടേൺസ് ആണ്. അപ്പോൾ സെയിൽസിൽ നിന്ന് ഇവിടെ എന്ത് മൈനസ് ചെയ്യുന്നു? റിട്ടേൺസ് മൈനസ് ചെയ്യുന്നു. അതാണ് നെറ്റ് സെയിൽസ്. അപ്പോൾ ആ നെറ്റ് സെയിൽസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ലെസ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗറാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ നമുക്ക് കിട്ടും എന്ത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ്. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ മൈനസ് ചെയ്യും. അതിനോടുകൂടി നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് അതേപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുന്നു, പർച്ചേസസ് ആഡ് ചെയ്യുന്നു. ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസസും ആഡ് ചെയ്യുന്നു. എന്ത് മൈനസ് ചെയ്യുന്നു? ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുന്നു, പർച്ചേസസ് ആഡ് ചെയ്യുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യും. അപ്പം നമുക്കറിയാം നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അത് മൈനസ് ചെയ്യണം. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യണം. എന്തൊക്കെയാണ്? സാലറി, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെയുള്ളതെല്ലാം മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ്. പിന്നെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ട്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഉണ്ട്. നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ റെൻറ്റ് റിസീവ്ഡ് എന്നൊരായിട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഡിവിഡൻഡ് റിസീവ്ഡ് എന്നൊരായിട്ട് ഉണ്ടെന്ന് വിചാരിച്ചു. അതാണ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. അപ്പോൾ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യണം. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഫോർ എക്സാമ്പിൾ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് എന്നൊരു ഐറ്റം ഉണ്ടെന്ന് വിചാരിക്കാം. അത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അത് മൈനസ് ചെയ്യണം. അപ്പോൾ ആഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ലെസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടി. അതിൽ നിന്ന് പ്രൊവിഷൻ ഫോർ ടാക്സ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സേഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, സെയിൽസിൽ നിന്ന് നമ്മൾ റിട്ടേൺസ് മൈനസ് ചെയ്യുന്നു. അപ്പോൾ ആ നെറ്റ് സെയിൽസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? അതിൽ നിന്ന് ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും ആഡ് ചെയ്യുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യുന്നു, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യുന്നു, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടി. അതിൽ നിന്ന് പ്രൊവിഷൻ ഫോർ ടാക്സ് മൈനസ് ചെയ്താൽ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സേഷൻ. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ്. ഇപ്പോൾ ബാലൻസ് ഷീറ്റിനെ നമ്മൾ ഇവിടെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നാണ്. അപ്പോൾ അതിനകത്ത് ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതേപോലെ തന്നെ
ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ, യൂട്ടിലൈസേഷൻ ഓഫ് സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ, ആപ്ലിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡിൽ ഷെയർ ക്യാപിറ്റൽ, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതർ റിസർവ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കിട്ടി. ഇതൊക്കെ നമ്മൾ റേഷ്യോയിൽ പഠിച്ചതാണ്. ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതർ റിസർവ്സ്, ഇതെല്ലാം കൂട്ടുന്നതാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇതിനോടുകൂടി ഔട്ട്സൈഡ് ലയബിലിറ്റീസ് എന്തൊക്കെയാണ്? ഡിബഞ്ചേഴ്സും ലോങ് ടേം ലയബിലിറ്റീസും ആഡ് ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. അപ്പോൾ ക്യാപിറ്റൽ മൊത്തം സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ, സോഴ്സസ് ഓഫ് ഫണ്ട് വന്നു. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഈ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് വരുമ്പോൾ നമ്മൾ പഠിച്ചതാണ്. ആദ്യം നോൺ കറൻറ്റ് ഫിക്സഡ് അസറ്റ്സാണ് വരിക. ഫിക്സഡ് അസറ്റ്സിൽ എന്തൊക്കെയാണ് വരിക? നമുക്കറിയാവുന്ന ഐറ്റംസ് എല്ലാം വരും. ഗുഡ് വില്ല്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, മോട്ടോർ വെഹിക്കിൾ, ലൂസ് ടൂള്, ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം വരും. അപ്പോൾ നോൺ ഫിക്സഡ് അസറ്റ്സ്. പിന്നെ നമ്മൾ ചെയ്യുക കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ശ്രദ്ധിക്കുക, അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് നമുക്കറിയാം ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ആൻഡ് ബാങ്ക്, ബിൽസ്, സൺട്രി ഡെറ്റേഴ്സ്, ട്രേഡ് ഡെറ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക് എല്ലാം. കറണ്ട് ലയബിലിറ്റീസ് ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഈ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഏതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു? പിന്നെ നോൺ കറണ്ട് അസറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടി. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ന്യൂ ഫോം ഓഫ് ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ യു ഹാവ് ടു റീഅറേഞ്ച് ദ വേരിയസ് ഐറ്റംസ് ഇൻ ദ ക്വസ്റ്റ്യൻ ഇൻ എ മീനിങ്ഫുൾ വേ ഫോർ ഹാവിങ് എ കമ്പാരിസൺ ഓഫ് ദ ഐറ്റംസ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മളിത് എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ എന്താ പറയുക, സെയിൽസ് തന്നിട്ടുണ്ട് നമുക്ക്. സെയിൽസ്, പിന്നെ സെയിൽസ് നെറ്റാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസസ് ഉണ്ട്, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ട്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഷെയർസ് ഉണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്, സൺട്രി ഡെറ്റേഴ്സ് ലെസ് പ്രൊവിഷൻ, ഇൻസിഡൻ്റൽ എക്സ്പെൻസ്, ഫിനാൻഷ്യൽ എക്സ്പെൻസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിലാണ്, കറണ്ട് ലയബിലിറ്റീസ്, റിസർവ്സ്, ഇഷ്യൂഡ് ക്യാപിറ്റൽ, ഡിവെഞ്ചേഴ്സ്. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ശ്രദ്ധിച്ച എല്ലാവരും. അപ്പോൾ നമുക്ക് സെയിൽസ് കിട്ടി. സെയിൽസ്, അപ്പോൾ ആ സെയിൽസ് തന്നു. എത്രയാണ്? 17 ലക്ഷമാണ് സെയിൽസ്. അപ്പോൾ അവിടെ നമ്മൾ റിട്ടേൺസ് ഇല്ല. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുകയാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുമ്പോൾ നമ്മൾ ആദ്യം എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അത് ശ്രദ്ധിച്ചാൽ മതി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ പർച്ചേസസ് ആഡ് ചെയ്യുന്നു, അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുന്നു? ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. അപ്പോൾ അതിനോട് ഇൻസിഡൻ്റൽ എക്സ്പെൻസ്. അപ്പോൾ ആ ഇൻസിഡൻ്റൽ എക്സ്പെൻസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് അത്. അപ്പോൾ നമുക്ക് അതും കൂടി കൂട്ടിയപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 10,20,000 വന്നു. അപ്പോൾ ഇതെല്ലാം ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസാണ്. നമുക്കറിയാം പർച്ചേസസും ഓപ്പണിംഗ് സ്റ്റോക്കും ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരും. ക്ലോസിംഗ് സ്റ്റോക്കും സെയിൽസും എവിടെ വരും? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരും. ഇൻസിഡൻ്റൽ എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരും. അപ്പോൾ ഈ ഐറ്റംസിൻ്റെ എല്ലാം റിസൾട്ടാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഇനി അതിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യുന്നു. എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, ഫിനാൻഷ്യൽ എക്സ്പെൻസസ്. നമ്മുടെ പിന്നെ സ്ഥാപനത്തിൻ്റെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻഷ്യൽ. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടി. ഇനി അതിനോടുകൂടി നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യണം. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം നോക്കി ഇവിടെ 2 എണ്ണം ഉണ്ട്. എന്തൊക്കെയാണ്? 13,000 രൂപ ഇൻട്രസ്റ്റും പ്രോഫിറ്റ് ഓൺ സെയിൽ 16,000 രൂപയുണ്ട്. അതിനോടുകൂടി അതിൽ നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യണം. ഇപ്പോൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നമുക്ക് തന്നിട്ടുണ്ട് 24,000 രൂപ ലോസ് ഓൺ സെയിൽ ഓഫ് പിന്നെ ലാൻഡ്, അത് മൈനസ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? നെറ്റ് പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക സെയിൽസ്, പിന്നെ നമ്മൾ അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കാണുക? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതിനോടുകൂടി ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുക. അത് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അത് ടോട്ടൽ സെയിൽസിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ആ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യുന്നു? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യുന്നു, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യുന്നു, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യും.
നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടി. ഇനി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ, എന്താണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്, നമുക്കറിയാം ഷെയർ ക്യാപിറ്റലുണ്ട്, റിസർവ്സ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. ഇത് മൂന്നും നമുക്ക് തന്നിട്ടുണ്ട്. അതിനോടുകൂടി നമുക്കപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് വന്നു, ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഡിബഞ്ചേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ പിന്നെ ക്യാപിറ്റൽ എംപ്ലോയിഡ് 7 lakh. ഇനി നോൺ കറൻറ്റ് അസറ്റ്സ്, പിന്നെ സോഴ്സ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി. അതിനോടുകൂടി കറൻറ്റ് അസറ്റ്, കറൻറ്റ് ലയബിലിറ്റി നമ്മൾ ഡിഫറൻസ് ആഡ് ചെയ്യുന്നു. കറൻറ്റ് അസറ്റ് നമുക്കറിയാം ക്യാഷ്, സൺട്രി ഡെറ്റേഴ്സ്, ലെസ് പ്രൊവിഷൻ, സ്റ്റോക്ക്, ലെസ് കറൻറ്റ് ലയബിലിറ്റീസ്, വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടി. അപ്പോൾ നമുക്ക് ടോട്ടൽ എന്ന് പറയുന്നത് 7 lakh, ടോട്ടൽ 1. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. നാളെ മുതൽ നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് മറ്റു കാര്യങ്ങളായിരിക്കും പഠിക്കുക. അപ്പോൾ ഇന്ന് ഇത് പ്രാഥമികമായിട്ട് നമ്മൾ റീഓർഗനൈസേഷൻ, ഹൗ ടു റീഅറേഞ്ച് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. നാളെ മുതൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിരിക്കും നമ്മൾ പഠിക്കുക. താങ്ക് യു.